കലിമ തന്നെയാണ്. മസ്ജിദുകളുടെ മെഹ്റാബിൻ്റെ മുന്നിലും വാതിൽക്കലും വീട്ടിലും എല്ലായിടത്തും കലിമ ഉണ്ട്. ആ കലിമയുടെ ഒന്നാമത്തെ ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാണ്. ഇലാഹ് മഅബൂദാണ്, ആരാധനക്കർഹനാണ്. ദ്വാരക്കലാണ് ഇബാദത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇയ്യാക നഅ്ബുദു കഴിഞ്ഞാൽ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം തേടുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ലാത്ത ഒരുപാട് അംബിയ ഔലിയ ഉള്ളതുകൊണ്ട് അവരോടൊക്കെ പലപ്പോഴും ഇബാദത്ത് ചെയ്യാൻ, ഇസ്തിഗാസ ചെയ്യാൻ ആളുകൾക്ക് തോന്നുകയാണ്. വെറുതെ തോന്നിയതല്ല, ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തതാണ്. 1000 വട്ടം വിളിക്കണം മുഹീദ്ദീൻ ശൈഖിനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. യഥാർത്ഥ ഔലിയ സഹാബിമാരാണ്. അവർ ഔലിയ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിൻ്റെ സത്ത, അതിൻ്റെ കാമ്പും കടമ്പും കിട്ടാതെയാണ് കലിമ ചൊല്ലിയത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് ആണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് തന്നെ ശരിക്കും ഉച്ചരിക്കാൻ കഴിയാത്തവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് എന്ന് പറയും. അത് നമ്മളെ നബിയല്ല, നമ്മളെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾ മുഹമ്മദാണ്. നിങ്ങൾ പേരുള്ള ആൾക്കാർ മുഹമ്മദാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ശരിക്കുച്ചരിക്കാൻ പഠിക്കണം. അലിഫ് ബാ താ കഴിഞ്ഞാൽ പിന്നെ ഹ, ജീമ് കഴിഞ്ഞാൽ പിന്നെ ഹ, പിന്നെ ഹ, അങ്ങനെ റാ കഴിഞ്ഞാൽ പിന്നെ സ, ദാല് കഴിഞ്ഞാൽ ലാ, അതുപോലെയെല്ലാം ഐനും ഗൈനും, ഫാ കഴിഞ്ഞാൽ ഖാഫ്, ത്വാഗ് കഴിഞ്ഞാൽ ലാദ്, ലാഉം, സ്വാദ് കഴിഞ്ഞാൽ ദ്വാദും. ഇതൊക്കെ ശരിക്കുച്ചരിക്കാൻ പഠിക്കണം. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഉച്ചരിച്ചിട്ട്, റസൂല് തന്നെ അയക്കപ്പെട്ട ആളാണ്. ആരയച്ചത്? അള്ളാഹുവാണ്. എങ്ങോട്ടയച്ചത്? നമ്മളുടെ അടുക്കലേക്കാണ്. എന്തിനയച്ചത്? നമ്മൾ ആ ആളെ അനുസരിക്കാനാണ്. അതീഉല്ലാഹ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും റസൂലിനെ 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 എന്നുണ്ട്. അള്ളാഹിനെ അനുസരിച്ചു കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും. കാരണം കാണിച്ചതെന്ന് റസൂലാണ്. നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കുക? ബുഖാരി 631 റസൂലുള്ളാഹി പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കും. മുസ്ലിമിലെ 544 ഹദീസ്. ഒരു സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മോനോട് കാട്ടുന്നൊരു മരം വെട്ടിക്കൊണ്ടുവരാൻ പറ. കൊണ്ടുവന്നു. 3 പടിയുള്ള മിമ്പർ ഉണ്ടാക്കി. മിമ്പർ ഉണ്ടാക്കി കഴിഞ്ഞ പരിപാടി പ്രസംഗിക്കലാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്ത പണി മിമ്പർമേൽ നിസ്കരിക്കലാണ്. മിമ്പർമ നിസ്കരിച്ചു. കിബിലക്ക് നേരെയല്ലേ നിസ്കരിക്കേണ്ടത്? കിബില നിർബന്ധമല്ലേ? ആണ്. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജനങ്ങളെ, ഞാനിത് ചെയ്തത് നിങ്ങൾ എൻ്റെ നിസ്കാരം പിൻപറ്റാൻ വേണ്ടിയാണ്. എൻ്റെ നിസ്കാരം പഠിക്കാൻ വേണ്ടിയാണ്. മുന്നിലാണുങ്ങൾ, പിന്നിൽ കുട്ടികൾ, അതിൻ്റെ പിന്നിൽ പെണ്ണുങ്ങൾ. ഒരൊറ്റ ഹോളാണ് മസ്ജിദുൻ നബവി. എല്ലാവരും കണ്ടു എങ്ങനെയാണ് കൈ കെട്ടുക. അത് കൈ ഉയർത്തിയിട്ട് നെഞ്ഞത്ത് കെട്ടണം. പിന്നെ റുക്കു എങ്ങനെയാ, സുജൂദ് എങ്ങനെയാ, ഇടലിരുത്തം എങ്ങനെയാ, ഇഅ്തിദാൽ എങ്ങനെയാ, എല്ലാം കണ്ടു. സലാം വീട്ടുന്നത് വരെ കണ്ടു. എന്നിട്ട് പറഞ്ഞതാണ്, ഞാനിത് ചെയ്തത് നിങ്ങൾ എന്നെ പിൻപറ്റാനും എൻ്റെ നിസ്കാരം പഠിക്കാനുമാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് ഇപ്പം നിങ്ങളിവിടെ വന്ന് തഹിയ്യത്ത് നിസ്കരിച്ചതടക്കം റസൂലുള്ളാഹിൻ്റെ മദ്ഹബാണ്. അവിടുത്തെ ചര്യയാണ്, അവിടുത്തെ സുന്നത്താണ്. അവിടുന്ന് ചെയ്തതുപോലെയാണ് ആകണം. അപ്പോൾ മാന്തിയും ചൊറിഞ്ഞൊന്നും നിൽക്കൂല.
അപ്പുറത്തുപ്പുറത്ത് നോക്കൂല, വാച്ചൊന്ന് നേരെയാക്കൂല, മൊബൈലും അതൊന്നും നോക്കൂല. മൊബൈൽ മുന്നിൽ കൊണ്ടു വെക്കരുത്. അധികം ആൾക്കാരും എന്നല്ല, കുറച്ച് ആൾക്കാരെങ്കിലും മൊബൈൽ മുന്നിൽ കൊണ്ടു വെക്കും. അപ്പം അതൊന്ന് വേറെ വെച്ചാൽ നല്ലതാണ്. മാത്രമല്ല അതിൻ്റെ കളറും അതിൻ്റെ വിലയും അതിൻ്റെ പേരും അതൊക്കെ ആൾക്കാർ ആലോചിക്കാൻ ഇടവരും. നമ്മളെ നിസ്കാരം മാത്രമല്ല, അടുത്ത് നിൽക്കണ ആളുടെ നിസ്കാരം. അതുകൊണ്ട് നിസ്കാരത്തിൽ നമ്മളെ മാതൃക അതാണ് എല്ലാം. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി അയച്ചത് എന്തിനാ? നമ്മൾ അനുസരിക്കാനാണ്. അതുകൊണ്ട് അത്തിയുല്ലാഹ എന്ന് പറഞ്ഞിടത്തെല്ലാം റസൂൽ 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 എന്ന് പറഞ്ഞു. ഡസൻ കണക്കിന് സ്ഥലങ്ങൾ. നിസാ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു അർലി വമൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചവനാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വഅ ബിഇദ്നില്ലാഹ്. 61-ാമത്തെ ആയത്ത് എന്താ? അള്ളാഹിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കാനല്ലാതെ ഒരു റസൂലിനെ ഞാൻ അയച്ചിട്ടില്ല. റസൂലിലൂടെയല്ലാതെ അള്ളാഹുവെ അനുസരിക്കാൻ സാധ്യമാണോ? ഇല്ല. വർക്കഊ, റുകൂ ചെയ്യിൻ, വസ്ജുദൂ, സുജൂദ് ചെയ്യിൻ. എങ്ങനെയാ? അത് റസൂൽ കാണിച്ചു. അതുകൊണ്ട് നമ്മുടെ മാതൃക അതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ നിസ്കാരത്തിൽ മാത്രമല്ല, മുടി മുതൽ അടി വരെ, ജനനം മുതൽ മരണം വരെ, നടത്തോ ഇരുത്തം കിടത്തം ഉറക്കം ഉണർച്ച യുദ്ധം സന്ധി സമാധാനം കച്ചവടം കൃഷി ഏർപ്പാട് ഇടപാട് ഇടപെടൽ എല്ലാം, സമ്പത്തും ശരീരവും കുടുംബവും സമൂഹവും അയൽപ്പക്കവും നാടും വീടും കൂടും എല്ലാം, ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പറയുന്ന എല്ലാ വാക്കുകളും മനസ്സിലെ വികാരങ്ങളുമൊക്കെ റസൂല് വരച്ചു തന്ന ആ കർമ്മജീവിതം. ഇതിന് ഒരുപാട് ആൾക്കാർക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എത്ര സഹോദരിമാരാണ് അവരുടെ വീടുകളിൽ ഇരിക്കുന്നത്. എന്താ വെള്ളിയാഴ്ചൻ്റെ മഹത്വം അവർക്ക് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ അന്ന് മുതൽ ഇന്ന് വരെ എത്ര ഉമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും പെൺമക്കളുമാണ് എത്തുന്നത്? 5 നേരം 6 നേരം. അപ്പോൾ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും സൽക്കർമ്മങ്ങളിലും സുഹൃതങ്ങളിലുമെല്ലാം റസൂലിനെ മാതൃകയാക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങകലെ കിടക്കുന്നൊരു മനുഷ്യൻ, മറമാടപ്പെട്ടൊരു ആള്, അവിടുത്തെ ഒരു ഗ്രന്ഥവും ആരും അവിടുന്ന് ഗ്രന്ഥം എഴുതിയിട്ടില്ല, അവിടുത്തെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടില്ല, അവിടുത്തെ വീഡിയോ പിടിച്ചിട്ടില്ല. പക്ഷെ ഒന്നും ഒരു കുറവ് തോന്നണില്ല. തികഞ്ഞ നിറഞ്ഞ ഒരു ജീവിതം, അത് മാതൃകയാക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് മഹാന്മാരായ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, ഈ ആളെ നോക്കണം, ഈ ആളെ ചൂണ്ടണം. മദ്ഹബുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, 4 മദ്ഹബ്. അപ്പോൾ നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 4 മദ്ഹബും 2 തരീഖത്തുമാണ് പാലിക്കേണ്ടത്. അപ്പം അത് അള്ളാഹ് പറഞ്ഞതായിരിക്കുമല്ലോ, അല്ലേ? റസൂല് പറഞ്ഞതായിരിക്കുമല്ലോ, സഹാബത്തൊക്കെ ചെയ്തതായിരിക്കുമല്ലോ? ഇല്ല. ഏതാ തരീഖത്ത്? അശ്അരി മാതുരീദി. അതാരാ? അബുൽ ഹസൻ അൽ അശ്അരി. അതാരാ? ഒരു പണ്ഡിതൻ, കുറേ കാലം കഴിഞ്ഞിട്ട് ജനിച്ച ഒരാൾ. അബു മൻസൂറിൽ മാതുരീദി ആരാ? അതൊരു പണ്ഡിതൻ. അത് അള്ളയല്ലേ? അല്ല. റസൂലല്ലേ? അല്ല. സഹാബിമാരല്ല? അല്ല. പിന്നെ ആരാ? അപ്പൊ അവരുടെ വിശ്വാസ കാര്യമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന്. അങ്ങനെയാണോ അള്ളാഹ് പറഞ്ഞത്? അല്ല. ആമിനു കമാ ആമനന്നാസ്, ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കും. ഏതാ ജനങ്ങൾ? സഹാബിമാർ. ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ ജൂത ക്രിസ്ത്യാനികൾ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, ഒരു ഹിദായത്തിലാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. വിശ്വാസികൾ
അല്ലാത്തവരുടെ മാർഗം. റസൂലിൻ്റെ മാർഗം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയാൽ നുവല്ലിഹി മാത്തവല്ല, എങ്ങട്ടാ പോണത് അങ്ങോട്ട് നാം അവനെ മടക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, അതെത്ര ചിത്തയായ മടക്കസ്ഥാനം. അപ്പം നമുക്ക് ആ വഴിയാണ് സഹാബത്തിൻ്റെ വഴി. അതാണ് തൗബ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു അരുളിയത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ. മുഹാജിറുകൾ, അൻസാറുകൾ. റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ ഇഷ്ടപ്പെട്ടു. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു. അടികൊള്ളുമ്പോൾ ഇഷ്ടപ്പെട്ടു, തല്ലുകൊള്ളുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, പല്ലുകൊഴിയുമ്പോൾ, യുദ്ധത്തിൽ പങ്കെടുത്ത് കയ്യും കാലും മുറിയുമ്പോൾ, ആട്ടും തുപ്പുമേൽക്കുമ്പോൾ, നാടുവിടേണ്ടി വരുമ്പോൾ, അതിനൊക്കെ ഇടയാക്കിയ അള്ളാഹുവിനെ അവർക്ക് ഇഷ്ടമായി. അതെങ്ങനെയാണ്? അതാ ദറജയാണ്, ആ കാറ്റഗറിയാണ്, ആ ഉയരമാണ്, ആ നിലവാരമാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. അപ്പോൾ അവരുടെ മാർഗമാണ് നമുക്ക് പിൻപറ്റാനുള്ളത്. അപ്പോൾ ഈ 2 തരീക്കത്തുകൾ ഇസ്ലാമിന് പരിചയമില്ല. പിന്നെ ഏതാ മദ്ഹബ്? 4-ാലൊരു മദ്ഹബ്. അതേതാ? ഷാഫിഈ റഹിമഹുല്ലാ. ഷാഫി എന്നല്ല കേട്ടോ, ഷാഫി എന്നല്ല, ഷാഫിഈ. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, ബാപ്പാൻ്റെ പേര് ഇദ്രീസ് എന്നാണ്, പേര് മുഹമ്മദാണ്. നമ്മളെ ആൾക്കാർ വഹാബി എന്ന് വിളിക്കലുണ്ട്. വഹാബ് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹ്. വഹാബി എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ആള്. അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാകണ്ടുള്ളൂ, നല്ല പേരല്ലേ. പക്ഷെ ആ ആളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. പേരെന്താ? മുഹമ്മദ്. പക്ഷേ വാപ്പാൻ്റെ പേരാണ് അബ്ദുൽ വഹാബ്. വാപ്പ ശിർക്കിൻ്റെ വിധത്തിൻ്റെ കാളായിരുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ അതല്ല മുഹമ്മദ്. ഇവിടെ ഷാഫി എന്നല്ല, ഷാഫിഈ എന്നാണ്. ഇമാം ഷാഫിഈ. പിന്നെയോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം അബൂ ഹനീഫ റഹിമഹുമുല്ലാഹു അജ്മഈൻ. അല്ലാഹു അനുഗ്രഹിക്കണേ. 4 പേരെയാണ് നമ്മൾ കേൾക്കുന്നത്. കുറേ ഉണ്ട്, വലിയ വലിയ പണ്ഡിതന്മാർ, ഇവരെ പോലെയുള്ളവർ ധാരാളമുണ്ട്. താബിഈ പണ്ഡിതന്മാർ ഉണ്ട്, അതിനുശേഷം വന്ന ആൾക്കാരുണ്ട്. ഖത്താദ, സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ദീനിൻ്റെ കാര്യങ്ങളിൽ ഇജ്തിഹാദ് നടത്തിയവരാണ്, ഗവേഷണം നടത്തിയവരാണ്. ഖുർആനിലും സുന്നത്തിലും വന്നിട്ടില്ലാത്ത നിയമങ്ങൾ അതാത് കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആഴമേറിയ അറിവ് കൊണ്ട് ഗവേഷണം നടത്തിയവരാണ് ഇമാമുകൾ. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ, ഭരണാധികാരികളുടെ കാരണങ്ങളാൽ 4 പേര് പ്രസിദ്ധമായി എന്നേ ഉള്ളൂ. എന്നാൽ ആ 4-ാലൊരു മദ്ഹബ് പിൻപറ്റണമെന്ന് നിങ്ങൾ വായിച്ച ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. 714 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ആറ്റിക്കുറിക്കിയാൽ 80,000-ത്തിലധികം ഹദീസുകളുണ്ട്. അതിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഹാബിമാർ പറഞ്ഞോ? ഇല്ല. സഹാബിമാർ ഇവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവര് ഏതാ മദ്ഹബ്? റസൂലിൻ്റെ സുന്നത്ത്. അപ്പം നമുക്ക് ഈ റസൂലിൻ്റെ സുന്നത്താണ് വേണ്ടത്. എന്താണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്? മാമിൻ അഹദിൻ ഇല്ലാ വതദ്ഹബു അൻഹു സുന്നത്തുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅസുബു അൻഹു. ഏതൊരാൾക്കും റസൂലിൻ്റെ ചില സുന്നത്തുകൾ കിട്ടാതായിട്ടുണ്ടാകും. നമ്മുടെ ആൾക്കാർ പറയും, അവർ 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയവരല്ലേ, അവർക്കത് കാണാത്ത ഹദീസൊക്കെ വേറെ ആർക്കും കാണും. അവർ പറയുന്നു എല്ലാവർക്കും എല്ലാം കിട്ടൂല. അന്നത്തെ കാലത്ത് എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ചിട്ടില്ല, കിതാബുകളില്ല. ഇന്ന് എല്ലാ ഹദീസും വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് കഴിയും, മൊബൈലിൽ അടിച്ചു നോക്കിയാൽ മതി. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്തൊരു വാക്ക് പറഞ്ഞാലും, ഞാൻ എന്തെങ്കിലും നിയമത്തിൻ്റെ ഖുർആന്റെയോ സുന്നത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാന നിയമം പറഞ്ഞാലും, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്ന് റസൂല് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാലും, അത് ഖിലാഫ മാ ഖാല റസൂലുള്ളാഹ്, ഖിലാഫ മാ ഖുൽതു, റസൂലിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപോയി ഞാൻ പറഞ്ഞതിനെതിരാണെങ്കിൽ, ഫൽ ഖൗലു മാ ഖാല റസൂലുള്ളാഹ്,
ഖൗല് വാക്ക് റസൂലുള്ള പറഞ്ഞതാണ്. ഇത് എൻ്റെ ഒരു വാക്ക് മാത്രമാണ്, അഭിപ്രായം മാത്രമാണ്. റസൂല് പറഞ്ഞതും ഞാൻ പറഞ്ഞതും തമ്മിൽ വ്യത്യാസപ്പെട്ടാൽ ഏതാ വാക്ക്? റസൂല് പറഞ്ഞത്. തല മുഴുവൻ തടവണം എന്ന് റസൂല് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരിങ്ങനെ അല്പം തടവുന്നത് കാണാം. കൈ നെഞ്ഞത്ത് കെട്ടണമെന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ, ഷാഫി മദ്ഹബുകാർ എന്ത് ചെയ്യും? പള്ളമ്മ കെട്ടും. ഹനഫി മദ്ഹബ് പൊക്കിളുമ്മ കെട്ടും. മാലിക്കി മദ്ഹബ് കെട്ടൂല. അവരൊക്കെ എന്താ പറഞ്ഞത്? റസൂലിലേക്ക് മടങ്ങണം, റസൂലിലേക്ക് മടങ്ങണം. ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സുന്നത്തിനെതിരായി എൻ്റെ കിതാബിൽ നിങ്ങൾ വല്ലതും കണ്ടാൽ ഫഖൂലൂ ബിസുന്നത്തി റസൂലില്ലാ, സുന്നത്തനുസരിച്ച് നിങ്ങൾ പറയണം. വദഊ മാ ഖുൽതു, ഞാൻ പറഞ്ഞത് ഒഴിവാക്കണം. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാകുന്നു എൻ്റെ മദ്ഹബ്. അപ്പോൾ ശാഫിഈ മദ്ഹബ് ഏതാ? ഹദീസാണ്, റസൂലിൻ്റെ സുന്നത്താകണം. അപ്പം അതാണ് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഇമാമായി നിങ്ങൾ പറയുന്ന ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കുല്ലു മൻസഅലത്തിൻ സഹ അൽ ഖബറു ഫീ ഖബറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ഹദീസുള്ള ഏതൊരു വിഷയവും റസൂലിൽ നിന്ന് വന്നതാണ് എന്ന് ഇന്ദ അഹ്ലിൽ നഖ്ലി, പ്രാമാണികരായ പണ്ഡിതന്മാർ അത് ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ബിഖിലാഫി മാ ഖുൽതു, ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫഅന റാജിഉൻ അൻഹാ, എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഫീ ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ. പോരാ, നിർത്തിയില്ല. വബഅദ മൗതി, എൻ്റെ മരണശേഷവും ഞാൻ അവിടേക്ക് മടങ്ങിയിട്ടുണ്ട്. ഞാൻ മരിച്ചതിന് ശേഷമാണ് നിങ്ങളൊരു ഹദീസ് കാണുന്നത്, എൻ്റെ കിതാബിൽ അങ്ങനെയല്ല കാണുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ എഴുതിയതല്ല, എൻ്റെ കൈ കൊണ്ട് എഴുതി വെച്ചതല്ല എൻ്റെ അഭിപ്രായം, പിന്നെയോ ഹദീസാണ് എന്നാണ് പറഞ്ഞത്. ഫഹദീസുൻ നബി ഔലാ, ഫഹദീസു നബി ഔലാ, നബിയുടെ വാക്കാണ് ഏറ്റവും ഒന്നാമതായി വെക്കേണ്ടത്. ഫലാ തുഖല്ലിദൂനി, തഖ്ലീദ് ചെയ്യരുത്, തഖ്ലീദ് ചെയ്യരുത്. തെളിവ് നോക്കാതെ ഒരാളെ പിൻപറ്റുന്നതിൻ്റെ പേരാണ് തഖ്ലീദ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. 2, അബു ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹവും പറഞ്ഞു ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹയാൽ അതാണ് എൻ്റെ മദ്ഹബ്. ഫഇന്നനാ ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്. നഖൂലുൽ ഖൗലുൽ യൗം, നഖൂലുൽ ഖൗല അൽ യൗം, ഇന്ന് ഞാനൊരു വാക്ക് പറയും. വനർജു അൻഹു ഗദൻ, നാളെ പരിശോധിച്ചിട്ട് തെറ്റാന്ന് ബോധ്യമായി ഞാൻ വേറൊരു വാക്ക് പറയും, അതിൽ നിന്ന് മടങ്ങും. ഇതാണ് ഞാൻ. ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബല്ലാഹി തആല വഖബറ റസൂൽ, ഖുർആനും സുന്നത്തിനും എതിരായി ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഫത്റുകു ഖൗലി, എൻ്റെ വാക്ക് നിങ്ങൾ ഒഴിവാക്കണം. ലാ തുഖല്ലിദ്നി, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യരുത്. വലാ തുഖല്ലിദ് മാലിക്കൻ, ഇമാം മാലിക് റഹിമഹുള്ളയെ തഖ്ലീദ് ചെയ്യരുത്. വല ഷാഫിഈയ, ഷാഫിഈയെ ഇമാമിനെ തഖ്ലീദ് ചെയ്യരുത്. വലൽ ഔസാഇ, ഔസാഇ റഹിമഹുള്ളയെ തഖ്ലീദ് ചെയ്യരുത്. വല സൗരി, ഇമാം സൗരിയെ തഖ്ലീദ് ചെയ്യരുത്. വഖുദ് മിൻ ഹൈസു അഖദു, അവരൊക്കെ എവിടുന്നാ തെളിവെടുത്തത് അവിടുന്ന് നിങ്ങൾ എടുക്കണം. കുല്ലു റഈൻ വഹുവ ഇൻദി സവാഉൻ, കുല്ലുൻ റഈൻ, എല്ലാം അഭിപ്രായങ്ങളാണ്. പണ്ഡിതന്മാരെ വാക്കൊക്കെ അഭിപ്രായമാണ്. വഹുവ ഇൻദി സവാഉൻ, അതൊക്കെ എൻ്റെ അടുക്കൽ സമമാണ്. വഇന്നമൽ ഹുജ്ജത്തു ഫിൽ ആസാർ, ഹദീസിൽ മാത്രമാണ് തെളിവുള്ളത്. 3, ഇമാം മാലിക് റഹിമഹുള്ള പറയാണ് ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂഹു, കിതാബിനും സുന്നത്തിനും യോജിച്ച് മാത്രം നിങ്ങൾ എടുക്കൂ. വകുല്ലു മാ ലം യുവാഫിഖ് അൽ കിതാബ വസ്സുന്നത, ഏതൊക്കെ കിതാബിനും സുന്നത്തിനും യോജിക്കുന്നില്ലയോ ഫത്റുകൂഹു, ഒഴിവാക്കൂ. ലൈസ അഹദുൻ ബഅദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വയുഖദു വമിൻ ഖൗലിഹി വയുത്രക്, ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഇല്ലാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടേത് അങ്ങനെയല്ല. കൊള്ളേണ്ടതെന്ന് പറയും, തള്ളേണ്ടതെന്ന് വേറെ ഉണ്ടാവില്ല. പ്രസിദ്ധമായ വാക്കുകളാണ്. ഇങ്ങനെ
എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്, മദ്ഹബുകളുടെ ഇമാമുകൾ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ തക്ലീദ് ചെയ്യരുത് എന്ന്. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ പറയണത് തക്ലീദ് നാലിലൊരു മദ്ഹബ് തക്ലീദ് ചെയ്യണം എന്നാണ്. ആ നേതാക്കന്മാർ പറഞ്ഞത് ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയൊരു മഹത്തായ അനുഗ്രഹമാണെന്ത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ സാധിച്ചു. അള്ളാഹു നമ്മളോട് പറയുകയാണ് സൂറത്ത് ഇസ്രാ 36-ാമത്തെ ആയത്തിൽ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്തത് പിൻപറ്റരുത്. അറിവില്ലാത്തത് പിൻപറ്റരുത്. ചോദ്യം വരും. എന്തേ കേട്ടു, എന്തേ കണ്ടു, എന്തേ വിശ്വസിച്ചു ചോദ്യം വരും. നമ്മളിടയിലും ഉണ്ടാകരുത് തക്ലീദ്. ഇന്ന മൗലവി പറഞ്ഞു, ഇന്ന മൗലവി പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, അതൊന്നും പറയണ്ട. ആര് പറഞ്ഞാലും ശരി, അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അത് എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത് അത് നോക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അംബിയ 7-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ആരോട്? അറിവുള്ളവരോട്. ആരാ അറിവുള്ളവർ? ഇതറിയണവർ, ഖുർആനും സുന്നത്തും അറിയണവർ. അവരോട് എന്താ ചോദിക്കേണ്ടത്? നിങ്ങളെ അഭിപ്രായം എന്താ? വട്ടം കൂടിയിരുന്ന് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാം. നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളെ അഭിപ്രായം എന്താ? നമ്മൾ അഭിപ്രായത്തിൻ്റെ ആളുകളല്ല. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? അതൊക്കെ കൗല് മാത്രമാണ്. എന്താ അബൂ ഹനീഫ പറഞ്ഞത്? എല്ലാം അഭിപ്രായങ്ങൾ മാത്രമാണ്. തെളിവ് എന്ന് പറഞ്ഞാൽ റസൂല് പറഞ്ഞതാണ്. ആസാർ, സഹാബത്ത് പറഞ്ഞു, റസൂല് പറഞ്ഞാണെന്ന് പറയാ ആസാർ. അപ്പോ റബ്ബ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കണം. അതാ മുമ്പ് എന്തെന്നുണ്ടായിരുന്നത്? അല്ലാഹ് ഇറക്കിയത് നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി അബാഅന. ബഖറ 170-ാമത്തെ ആയത്ത്. ഞങ്ങൾ കാക്കകാരണന്മാർ പറഞ്ഞത് പിൻപറ്റുന്നു. വജദ്നാ അബാഅന ലഹാ ആബിദീൻ. ബിംബങ്ങളെ പൂജിക്കുന്നവരോട് ചോദിച്ചു ഇതെന്താ? അപ്പൊ ഇബ്രാഹിം നബിയോട് അവർ പറഞ്ഞു, ഞങ്ങളെ കാക്കകാരണന്മാരിങ്ങനെ ചെയ്തത് അല്ല. നിങ്ങൾ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ടിരിക്കണ്, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പുതിയ ഹദീസോ, ഒരു പുതിയ ഹദീസും കൊണ്ടിറങ്ങിയിരിക്കണേ എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ കേൾക്കാത്തൊരു ഹദീസ് കേട്ടില്ലേ? ഇമാം ഷാഫി റഹിമഹുള്ളയാണ് പറയുന്നത്, എല്ലാവരുടെയും ഇടയിൽ സുന്നത്ത് ഏതെങ്കിലും കേൾക്കാത്തത് അറിയാത്തത് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു എന്ന് ഇല്ലെങ്കിൽ ബഖറ 166, 167 ആയത്തുകളിൽ പറയുന്നുണ്ട്, ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. നേതാക്കന്മാര് അനുയായികളെ ഒഴിവാക്കുന്നവർ രംഗം വരാൻ പോകുന്നു. വറഔൽ അദാബ്, അവർ ശിക്ഷ കാണുകയാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ബന്ധങ്ങളെല്ലാം ഒഴിവാവുകയാണ്. ചങ്കാണ്, കരളാണ്, ഉഷാറാണ് പ്രസംഗം, നേതാക്കന്മാർ അങ്ങനെയാകണം, അനുയായികൾ ഇങ്ങനെയാകണം എന്നൊക്കെ പറയില്ലേ, എന്നാൽ അതൊക്കെ ഒഴിവാകും. വറഔൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ബന്ധങ്ങളെല്ലാം മുറിയും. പിൻപറ്റിയവർ പറയും, ലൗ അന്ന ലനാ കറത്തൻ, ദുനിയാവിലേക്ക് നീ ഒന്ന് ഞങ്ങളെ മടക്കിയാൽ ഫനതബറഉ മിൻഹു, ഞങ്ങൾക്ക് അവരെ ഒന്ന് ഒഴിവാക്കായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അങ്ങനെ അവരുടെ കർമ്മങ്ങൾ നഷ്ടത്തിലായിപ്പോയി, ഖേദകരമായി പോയി. ആ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ചുറ്റുപാടുമുള്ള മസ്ജിദുകളിലെ എല്ലാവരോടും നിങ്ങൾ പറയണം, ഇതാണ് ഇസ്ലാമിൻ്റെ മദ്ഹബ്, ഇതാണ് ഇസ്ലാമിൻ്റെ ചര്യ. ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ എല്ലാത്തിലും പാലിക്കേണ്ടത്, പകർത്തേണ്ടത്, അനുസരിക്കേണ്ടത് റസൂലിനെയാണ്. റസൂലിൻ്റെ ഹദീസ് ഒരുപാടുണ്ടാവും. മദ്ഹബുകൾ പിൻപറ്റിയ സുഖാണെന്ന് ചില ആൾക്കാർ പറയും. അള്ളാഹു പറയുന്നു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, മതത്തിൽ അവൻ നിങ്ങൾക്കൊരു വിഷമമുണ്ടാക്കിയിട്ടില്ല. സൂറത്ത് ഹജ്ജ് 78-ാമത്തെ ആയത്ത്. ബുഖാരിയിലെ 39-ാമത്തെ ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നദ്ദീന യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. റസൂലിനെ പിൻപറ്റാൻ സഹാബിമാർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല, സഹാബത്തിനുണ്ടായിട്ടില്ല. മക്കത്ത് പോകുമ്പോൾ മദ്ഹബ് മാറേണ്ട പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഷാഫി മദ്ഹബാകുക, അവിടെ ചെന്നാൽ പിന്നെ ഹനഫി മദ്ഹബാകുക എന്നുള്ള പ്രശ്നമൊന്നുമില്ല. റസൂലിൻ്റെ സുന്നത്തെടുക്കുക. എന്താ റസൂല് പറഞ്ഞത്? ഖുദു അന്നി മനാസിക്കക്കും, എൻ്റെ പക്കൽ നിങ്ങൾ കർമ്മങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ബുഖാരി 631-ാമത്തെ ഹദീസ് മറക്കണ്ട, സല്ലൂ കമാ റഅയ്തുമുനി വസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കും. 544-ാമത്തെ ഹദീസ്, ജനങ്ങളെ ഞാനിത് ചെയ്തത് നിങ്ങൾ
എന്നെ പിൻപറ്റാനാണ്, എൻ്റെ നിസ്കാരം പകർത്താനാണ്. അതുകൊണ്ട് റസൂൽ എങ്ങനെ നിസ്കരിച്ചു എന്ന് ഉസ്താദുമാരോട് കാണിച്ചു തരാൻ പറയാം. അപ്പോൾ അവർ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ ആ മസ്ജിദിൽ നടക്കുന്നതല്ല റസൂലിൻ്റെ നിസ്കാരം, സലഫി മസ്ജിദിൽ നടക്കുന്നതാണ് നിസ്കാരം. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകിയെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയും അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വിജയകരമായി എത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ചർച്ചകൾ ധാരാളമായി നടക്കുന്നുണ്ട്. ഒരു വീട്ടിൽ മരണം നടന്നു. എന്തൊരു വിഷമമാണ്. അത് കൊന്നതാണെങ്കിലോ ഭയങ്കരമായ പ്രശ്നങ്ങളാണ്, ദുഃഖമാണ്, കോപമാണ്, ദേഷ്യമാണ്, എല്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ, കൊന്നാൽ ലോകത്തെ മുഴുവൻ കൊന്നവരെ പോലെയാണ് എന്ന് മാഇദ 32-ാമത്തെ ആയത്ത്. വലാ തഖ്തുലു, കൊല്ലരുത്. പല സ്ഥലത്ത് ഖുർആൻ ആവർത്തിച്ചു. ബഖറയിലും ആല ഇംറാനിലും ഒക്കെ ഒരുപാട് സ്ഥലത്ത്. മൂബിഖാത്ത്, നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന 7 പാപങ്ങൾ. ബുഖാരി 6857. അതായത് അതിലൊന്ന് ഖത്ലുൻ നഫ്സ്, കൊല്ലലാണ്. അപ്പോൾ കൊല്ലാൻ പാടില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു കൊലപാതകം നടന്നാൽ എന്ത് ചെയ്യണം? ഒമൻ ഖത്തല, ഒരാൾക്കും തന്നെ മനഃപൂർവ്വം കൊല്ലാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു അരുളുകയാണ്, എന്ത്? അബദ്ധത്തിൽ കൊലപാതകം നടന്നാൽ എന്ത് ചെയ്യണം? അതിന് നിയമങ്ങൾ പറയുകയാണ്. അബദ്ധത്തിൽ കൊലപാതകം നടന്നാൽ തഹ്രീർ റഖബത്തി മുഅ്മിന, ഒരടിമയെ മോചിപ്പിക്കണം. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, ഒരു ബ്ലഡ് മണി കൊടുക്കണം. പ്രായച്ചിത്തമായി ഇത്ര ഒട്ടകങ്ങളുടെ വില, ഇത്ര രൂപ, ഇത്ര, അതൊക്കെ ഭരണാധികാരികൾക്ക് നിശ്ചയിക്കാവുന്ന കാര്യങ്ങളാണ്. അള്ളാഹു അരുളുന്നു മാഇദ 45-ാമത്തെ ആയത്തിൽ, എന്ത്? തൗറാത്തിൽ നാം നിശ്ചയിച്ചത് എന്താണ്? അന്ന നഫ്സ ബിൻ നഫ്സി, കൊന്നാൽ പകരം കൊല്ലുക. വൽ ഐന ബിൽ ഐനി, കണ്ണ് ചൂന്നാൽ, കണ്ണ് കൊത്തിപ്പൊട്ടിച്ചാൽ ആ കണ്ണ് അതേപോലെ അയാളുടെ കണ്ണ്. പിന്നെയോ ചെവി ചെത്തിയാൽ ചെവി, അതുപോലെ മൂക്ക് ചെത്തിയാൽ മൂക്ക്, പല്ല് പൊട്ടിച്ചാൽ അങ്ങനെ തന്നെ. ഏതവയവമാണോ മുറിപ്പെടുത്തിയത് അങ്ങനെ തന്നെ, ഒന്നും മാറ്റം വരുത്തരുത്. ഇത് ബൈബിളിൽ ഉണ്ടായിരുന്നു, തൗറാത്തിൽ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് നമ്മളോട് പറയാണ്, കതബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, നിങ്ങൾക്കും കൊലപാതകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രതിക്രിയ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ. എന്നാൽ വമൻ ഖുതില മദ്ലൂമൻ, ഒരാൾ അക്രമമായി കൊല്ലപ്പെട്ടാൽ, ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താന, കൊലപാതകിയുടെ കുടുംബത്തിന് നാം അധികാരം കൊടുക്കുന്നു, അവനെ നിങ്ങൾക്ക് കൊല്ലാം. ഇസ്ലാമിക ഗവൺമെന്റിന്റെ നിയമപ്രകാരമാണ് കൊല്ലേണ്ടത്. എന്നാൽ അവർ പണം വാങ്ങുകയാണെങ്കിൽ വെറുതെ വിടാം. അതാണ്, ആ ആയത്താണ് ഇപ്പോ ആ സ്ത്രീയുടെ മോചനത്തിന് കാരണമായി നിലനിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഖുർആൻ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്.